നമസ്കാരം, ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ക്ഷീണം പലപ്പോഴും പല രോഗങ്ങളുടെയും ലക്ഷണമായിട്ട് കാണാറുണ്ട്. ഈ ക്ഷീണത്തിലേക്ക് നയിക്കുന്നത് ചിലപ്പോൾ വളരെ നിസ്സാരമായിട്ടുള്ള കാരണങ്ങളാവാം, അതുമല്ലെങ്കിൽ ചില ഗുരുതര രോഗങ്ങളുടെ ലക്ഷണമായിട്ടും ക്ഷീണം കാണിക്കാറുണ്ട്. അപ്പോൾ ഏതെങ്കിലും രീതിയിലായാലും പ്രായത്തിൻ്റെ ആധിക്യം കൊണ്ടല്ലാതെയോ അസുഖബാധിതരായിട്ടില്ലെങ്കിൽ പോലും ചിലർക്ക് ക്ഷീണം അല്ലെങ്കിൽ ശരീരത്തിനൊരു തളർച്ച ഒന്നും ചെയ്യാനുള്ള ഒരവസ്ഥ ഇല്ലാതിരിക്കുക, അതായത് അതിനൊരു തോന്നലില്ലാതിരിക്കുക, എപ്പോഴും ഒരു മടുപ്പ് അനുഭവപ്പെടുക, ശരീരമൊക്കെ തളർന്നതുപോലെ തോന്നുക, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളിൽ വൈറ്റമിൻ ഡിയുടെ കുറവ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും വൈറ്റമിൻസും മിനറൽസും ഒക്കെ കുറഞ്ഞിട്ടുള്ള അവസ്ഥയായിരിക്കും. ഇതിൽ നിന്നൊക്കെ ഒരു മുക്തി നേടണം എന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ടുള്ള കുറച്ച് ആഹാര പദാർത്ഥങ്ങളിൽ നിന്ന് ഈ എനർജി ലഭിക്കാൻ പറ്റും കേട്ടോ. അതും അല്ലെങ്കിൽ നമുക്ക് ചില ആയുർവേദ ഔഷധ കൂട്ടുകളുണ്ട്. ആ കൂട്ടുകൾ ഏതൊക്കെയാണ് എന്നുള്ളതൊന്ന് പരിചയപ്പെടാം. ഒന്നാമത്തെ ഔഷധം വെള്ളമുസലി അല്ലെങ്കിൽ ശ്വേതമുസലി എന്നുള്ളതാണ്. ഇത് നമ്മുടെ ഒരുപാടേറെ ആരോഗ്യ പ്രശ്നങ്ങൾക്കും അതുപോലെ പുരുഷന്മാർക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നുകൂടെയാണ്. ആയുർവേദ ചികിത്സയിൽ ഉപയോഗിക്കുന്ന വളരെ ശക്തമായിട്ടുള്ള ഒരു വാജീകരണ ദ്രവ്യമാണ്. ഇതിൻ്റെ കന്തത്തിലെ സ്റ്റാർച്ച് കുറവായതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികൾക്ക് ശരീരബലം ഉണ്ടാക്കുന്ന ധാതുപുഷ്ടികര ദ്രവ്യമായും ഇതിനെ പറയാറുണ്ട് ആയുർവേദ ഗ്രന്ഥങ്ങളിലെല്ലാം തന്നെ. മുസലി 2 ഇനമുണ്ട് കേട്ടോ, കറുത്ത മുസലിയും വെളുത്ത മുസലിയും. ഇതിൽ വെളുത്ത മുസലിയാണ് നമ്മൾ പറയുന്നത്. കറുത്ത മുസലി നിലപ്പനയായിട്ടൊക്കെയാണ് കേരളത്തിൽ അറിയുന്നത്. ലൈംഗിക ശക്തി വർദ്ധിപ്പിക്കാനും ശരീരബലം ഉണ്ടാക്കാനും വളരെ നല്ലതാണ്. ശുക്ലമേഹം, മധുമേഹം, ശീതപ്രതരം, രക്തപ്രതരം എന്നുള്ള അസുഖങ്ങളൊക്കെ ശമിപ്പിക്കാൻ നല്ലതാണ്. അതുപോലെ ഇതിൻ്റെ കിഴങ്ങും ഇലയും ഒക്കെയാണ് ഔഷധയോഗ്യമായിട്ടുള്ള ഭാഗങ്ങൾ. ഇത് ഉണ്ടാക്കുന്നത് ഇതിൻ്റെ കിഴങ്ങ് ഉണക്കി പൊടിച്ചത് ഒരു 6 ഗ്രാം മുതൽ 10 ഗ്രാം വരെ എടുത്ത് നമുക്കൊരു 250 മില്ലി പാലിൽ വേവിച്ച് ദിവസവും രാത്രിയിൽ പതിവായി കുടിച്ചാൽ ലൈംഗിക സംബന്ധമായ ബലഹീനത മാറിക്കിട്ടാനും ഒക്കെ വളരെ നല്ലൊരു ഔഷധമായിട്ടാണ് ഇതിന് പറയുന്നത്. അപ്പം ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങൾ, ശരീരം വളരെ ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥയോ ബലക്കുറവോ ക്ഷീണോ തളർച്ചയോ ഒക്കെ അനുഭവപ്പെടുന്നവർക്ക് വളരെ നല്ലൊരു ഔഷധം തന്നെയാണ്. ഇനി രണ്ടാമത്തേത് യഷ്ടിമധുവാണ്. യഷ്ടിമധു എന്നുള്ളത് നമുക്കറിയാം ഇരട്ടി മധുരം ആണ്. ഇത് നമ്മൾ സൗന്ദര്യവർദ്ധക വസ്തുക്കളിലൊക്കെ തന്നെ ആയുർവേദത്തിൽ വർണ്ണ്യഗണത്തിൽ പറയുന്നതാണ്. ഫേസ് പാക്ക് ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. യഷ്ടിമധു എന്ന ഇതിൻ്റെ സംസ്കൃത നാമത്തിൻ്റെ അർത്ഥം തന്നെ കൊള്ളിയുടെ രൂപത്തിലിരിക്കുന്ന മധു എന്നുള്ളതാണ്. ആമാശയ വ്രണം ശമിപ്പിക്കാനുള്ള ഇരട്ടിമധുരത്തിൻ്റെ കഴിവ് ഇന്ന് ആഗോള വ്യാപകമായിട്ട് വൈദ്യശാസ്ത്രത്തിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുള്ളതും കൂടിയാണ്. യഷ്ടിമധു, അതിരസ, മധുസ്രവ, മുലേഠി, മീട്ടി എന്നുള്ള പല പേരിൽ ഇതറിയപ്പെടുന്നുണ്ട്. മധു യഷ്ടി സ്വാദുരസ ശീത പിത്ത വിനാശിനി വൃഷ്യാശോഷ ക്ഷയഹര വിഷശർദി വിനാശിനി എന്നുള്ളതും ധന്വന്തരി നിഘണ്ടുവിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പിത്തദോഷത്തെ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. സ്വരം നന്നാക്കാനായാലും ആമപക്വാശയങ്ങളിലെയും കുടലിലെയും മൃദു കലകളെയൊക്കെ പരിരക്ഷിക്കാനുള്ള ഒരു ശക്തി കൂടെ ഇതിനുണ്ട്. വാദത്തിന് അനുലോമമായി പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ ശുക്ലത്തെ വർദ്ധിപ്പിക്കുന്നു. ചുമ, ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ, ക്ഷയം, നെഞ്ചിടിപ്പ്, ആമാശയവ്രണം, ഛർദി, നേത്രരോഗങ്ങൾ ഇവയൊക്കെ ശമിപ്പിക്കാൻ നല്ലതാണ്. ഇതിലെ ചില ആൽക്കലോയിഡുകൾ മൃദുപേശികളെ അയവുള്ളതാക്കാനൊക്കെ വളരെ ശക്തിയുള്ളതാണ്. ഇതിൻ്റെ വേര് അല്ലെങ്കിൽ മൂലകാണ്ഡമാണ് ഉപയോഗിക്കുന്നത്. തൊണ്ടവേദന, സ്വരഭേദം ഇവയുള്ളപ്പോഴൊക്കെ ഇരട്ടി മധുരം ചവച്ചിറക്കിക്കൊണ്ടിരിക്കുന്നത് നല്ലതാണ്. ഇരട്ടി മധുരം, വേപ്പില, മരമഞ്ഞൾ പൊടി ഇവ പൊടിച്ച് തേനും നെയ്യും ചേർത്ത് തിരിയാക്കിയോ കൽക്കമാക്കിയോ വ്രണങ്ങളിൽ വെച്ച് കെട്ടിയാൽ വ്രണം ശുദ്ധിയാകുകയും എളുപ്പം കരിയുകയും ചെയ്യാറുണ്ട്. അതുപോലെ ഇരട്ടി മധുരം, രക്തചന്ദനം സമം എടുത്ത് പൊടിച്ച പൊടി 5 ഗ്രാം എടുത്ത് 250 മില്ലി പാലിൽ കലക്കി ദിവസവും കുടിച്ചാൽ ക്ഷയം, രക്തപിത്തം, രക്താതിസാരം, ഛർദി എന്നുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ സഹായിക്കുന്നുണ്ട്. ഇരട്ടി മധുരപ്പൊടി ഒരു 5 ഗ്രാം 250 മില്ലി പാലിൽ തിളപ്പിച്ച പാലിലിട്ട് കലക്കി അല്പം നെയ്യും കൂടെ ചേർത്തിട്ട് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ധാതുക്ഷയം കൊണ്ടൊക്കെ ഉണ്ടാവുന്ന ക്ഷീണം ഉണ്ടല്ലോ, അതൊക്കെ ശമിപ്പിക്കാൻ ഏറെ നല്ലതാണ്. അതായത് ശരീരം വളരെയധികം ക്ഷീണിച്ചിരിക്കുന്ന ഒരവസ്ഥയില്ലേ, അത്തരം അവസ്ഥയിൽ നിന്നൊക്കെ ഒരു മുക്തി കിട്ടാൻ നല്ലതാണ്. ഇരട്ടി മധുരം ത്രിബലയും ചേർത്തിട്ട് പൊടിച്ചുണ്ടാക്കുന്ന ചൂർണത്തെയാണ് നമ്മൾ വരാചൂർണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ത്രിബലാതി ചൂർണം എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇത് നമ്മൾ നെയ്യും തേനും വ്യത്യസ്ത അളവിലാക്കി കഴിച്ചു കഴിഞ്ഞാൽ നേത്ര സംരക്ഷണത്തിനും അല്ലെങ്കിൽ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനൊക്കെ ഏറെ നല്ലതാണ്. അമ്ലപിത്തം, അതായത് അസിഡിറ്റി, പുളിച്ചു തികട്ടൽ, ആമാശയവ്രണം തുടങ്ങിയ അവസ്ഥകൾക്കൊക്കെ തന്നെ ശമനം കാണാൻ നെയ്യും തേനും വ്യത്യസ്ത അളവിൽ ചേർത്തിട്ട് കഴിക്കുന്നത് കൊണ്ട് സാധിക്കുന്നുണ്ട്. അപ്പം ഈ ഇരട്ടി മധുരം തന്നെ മറ്റുള്ള ചില ഔഷധങ്ങളുടെ കൂടെ ചേർത്തിട്ടും വിധിപ്രകാരം കഴിക്കാൻ ചില കേസിലൊക്കെ തന്നെ പറയാറുണ്ട്.
ഇരട്ടി മധുരവും കാരെള്ളും കൂടെ ഒരേ അളവിലെടുത്ത് പൊടിച്ച് അത് കൊടുക്കുന്നതും തന്നെ കുഞ്ഞുങ്ങളിലൊക്കെ ഉണ്ടാവുന്ന നിൽക്കാതെയുള്ള വെള്ളം പോലെ പോകുന്ന വയറിളക്കം പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, പ്രവാഹിക എന്ന് പറയും, ഈ ഒരു അവസ്ഥയിൽ വളരെ നല്ലതാണ്. ഇരട്ടി മധുരം, ഇലിപ്പപ്പൂവ്, മുന്തിരി, കോലരക്ക്, കർക്കിടക ശൃംഗി, വംശരോചന ഇവയെല്ലാം കൂടി പൊടിച്ച് 6 ഗ്രാം വീതം ദിവസവും കഴിച്ചാൽ കാസരോഗം അല്ലെങ്കിൽ നിർത്താതെയുള്ള ചുമ ശമിക്കാൻ നല്ലതാണ്. ഇരട്ടി മധുരം തന്നെ ആവണക്കെണ്ണയും ചേർത്ത് കഴിക്കുന്നത് പിത്തശൂലം ശമിപ്പിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ പൈത്തിക ദോഷം കൊണ്ടുണ്ടാവുന്ന വേദനയുണ്ടല്ലോ, അതൊക്കെ മാറ്റാൻ ഏറെ നല്ലതാണ്. ഇരട്ടി മധുരം, കടുരോഹിണി, ഗുളൂജി, ചുക്ക് ഇവ സമമെടുത്ത് പൊടിച്ച് തേൻ ചേർത്ത് കഴിച്ചാൽ വാതരക്തം ശമിപ്പിക്കാൻ നല്ലതാണ്. അതുപോലെ യഷ്ടിമധു തൈലം, മധു യഷ്ടിയാദി തൈലം, നീലിഭൃംഗാദി തൈലം, സപ്താമൃത ലോഹം, ദ്രാക്ഷാദിക്വാദം ഇവയിലൊക്കെ തന്നെ ഇരട്ടി മധുരത്തിന്റെ ഒരു ചേരുവയുണ്ട്. ഇനി അതുപോലെ തന്നെ വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ് പിപ്പലി. മൂന്നാമത്തേത് പിപ്പലി അല്ലെങ്കിൽ തിപ്പലി എന്നൊക്കെ നമ്മൾ പറയും. രോഗങ്ങളെ ഉന്മൂലനം ചെയ്ത് ശരീരശക്തി വീണ്ടെടുക്കാൻ സഹായിക്കുന്ന ഏറെ നല്ലൊരു ഔഷധമാണ് തിപ്പലി എന്ന് വേണം പറയാൻ. ദഹനശക്തി വർദ്ധിപ്പിക്കാനും ഹീമോഗ്ലോബിൻ വർദ്ധിപ്പിക്കാനൊക്കെ അത് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കഫത്തെയും വാദത്തെയും ഒക്കെ തന്നെ ചെറിയ രീതിയിലായാലും കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. എന്നാൽ ഇത് അധിക മാത്രയിൽ ഉപയോഗിച്ചാൽ വാദത്തെ കൂട്ടുന്നു എന്നുള്ളതും പറയുന്നു. അതുകൊണ്ട് തന്നെ മിതമായിട്ടുള്ള അളവിൽ കഴിക്കാൻ ശ്രദ്ധിക്കുക. തിപ്പലി നന്നായിട്ട് പൊടിച്ചത് 1 ഗ്രാം മുതൽ ഒരു 2 ഗ്രാം വരെയൊക്കെ തന്നെ തിളപ്പിച്ച പാലിൽ ചേർത്തിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അതൊരു 15 ദിവസമോ അല്ലെങ്കിൽ 1 മാസമോ തുടർച്ചയായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ കാസം, ജീർണജ്വരം, അഗ്നിമാന്ദ്യം തുടങ്ങിയിട്ടുള്ള, അതായത് എപ്പോഴുള്ള ചുമ അല്ലെങ്കിൽ ശരീരത്തിനുണ്ടാവുന്ന ക്ഷീണം ഇതുപോലുള്ള പ്രശ്നങ്ങളെയൊക്കെ മാറ്റാൻ നല്ലതാണ്. ഇത് ഒരു രസായന കൂട്ടായിട്ട് തന്നെയാണ് ആയുർവേദത്തിൽ പറയുന്നത്. അതായത് നമുക്ക് എപ്പോഴും തന്നെ ശരീരത്തിന് ഒരു കാന്തിയും പുഷ്ടിയും അല്ലെങ്കിൽ ശരീരബലവും ഒക്കെ നിലനിർത്താനും ഒക്കെ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ്. ന്യൂമോണിയ, അഗ്നിമാന്ദ്യം, ചുമ, പനി തുടങ്ങിയിട്ടുള്ള കേസിലൊക്കെ തന്നെ നമ്മൾ ത്രിക്കട്ടു കഷായം ഉപയോഗിക്കാറുണ്ട്. ത്രിക്കട്ടു ചൂർണം എന്ന് പറയുന്നത് തന്നെ ചുക്കും തിപ്പലിയും കുരുമുളകും ചേർന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നു എന്നുള്ള വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ളതാണ്. ഇത് കഴിക്കുന്നത് ഇതുപോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റാൻ സഹായിക്കുന്നുണ്ട്. തിപ്പലി വേര്, കൊടുവേലിക്കിഴങ്ങ്, ചുക്ക്, കുരുമുളക് ഇവ 5ഉം കൂടി ചേർന്നതാണ് പഞ്ചകോലം. ഇത് വളരെ തീക്ഷ്ണതയുള്ള ഔഷധയോഗമാണ്. അതുകൊണ്ട് തന്നെ ദഹനശക്തി ഉണ്ടാക്കാനും ജ്വരം പോലെ അല്ലെ പനി ഉള്ളതൊക്കെ ശമിപ്പിക്കാനും കഴിയുന്നുണ്ട്. പിന്നെ പ്രസവാനന്തരമുള്ള വായു പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇല്ലാതാക്കാനും പഞ്ചകോല കഷായമൊക്കെ നമ്മൾ സാധാരണ ഉപയോഗിക്കാറുണ്ട്. തിപ്പലി നെയ്യിൽ വറുത്തൊരു 2 ഗ്രാം വീതം രാവിലെയും വൈകിട്ടും കഴിച്ചാൽ തന്നെ ചുമ പെട്ടെന്ന് ശമിക്കും. ഇനി തിപ്പലിപ്പൊടി ഒരു 2 ഗ്രാം വീതം ദശമൂല കഷായത്തിലോ തേനിലോ ചേർത്ത് കഴിച്ചാലും നമുക്ക് നെഞ്ചിനൊക്കെ ഉണ്ടാവുന്ന ഒരു വിലക്കം പോലുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടല്ലോ, ഒരു സ്തംഭം, അതൊക്കെ ശമിപ്പിക്കാൻ നല്ലതാണ്. പിന്നെ പ്രസവശേഷമാണെങ്കിൽ 1 ഗ്രാം തിപ്പലിപ്പൊടി 3 ഗ്രാം ഉണങ്ങിയ മുന്തിരി ഉണ്ടല്ലോ അതിലൊക്കെ ഇടിച്ച് ചേർത്ത് ദിവസവും രാവിലെ കഴിച്ചാൽ ദഹനശക്തിയും ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ്. അതിസാരമുണ്ടെങ്കിൽ തിപ്പലിയും കുരുമുളകും സമം അളവിൽ പൊടിച്ച് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ കലക്കി കുടിക്കാവുന്നതാണ്. പിന്നെ ഒരു 3 മുതൽ 6 ഗ്രാം വരെ തിപ്പലിപ്പൊടി 250 മില്ലി ലിറ്റർ മോരിൽ കലക്കി കുടിച്ചാൽ ആമാതിസാരം ശമിക്കും. ആമാതിസാരം എന്ന് പറയുമ്പോൾ നമുക്ക് ദഹനം ശരിയാവാണ്ട് വന്നിട്ട് ആമ അവസ്ഥയിൽ എത്തുമ്പോഴുണ്ടാവുന്ന അത്തരം അതിസാരങ്ങൾ ഉണ്ടല്ലോ, ദഹന സംബന്ധമായിട്ട് വരുന്ന, അതിലൊക്കെ നല്ലതാണ്. മൂത്രാശയത്തിലുള്ള കല്ല് പോവാൻ വേണ്ടി തിപ്പലിയും അതുപോലെ തന്നെ കരിനെച്ചി വേരും കൂടെ ഒരുമിച്ച് പൊടിച്ച് ചേർത്തിട്ട് അല്ലെങ്കിൽ അരച്ച് ചേർത്തിട്ട് കരിക്കിൻ വെള്ളത്തിൽ ചേർത്തൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നം മാറ്റുന്നതായിട്ട് കാണാറുണ്ട്. അതുപോലെ കഫം അധികമുള്ള പനി ഉണ്ടെങ്കിൽ അത് മാറ്റാനായാലും നമുക്കത് തിപ്പലിയുടെ പൊടി തന്നെ തേനിൽ ചാലിച്ച് കഴിക്കാം. തേനിൽ ചാലിച്ച് തിപ്പലിപ്പൊടി കഴിക്കുന്നത് ഇതുപോലുള്ള ചുമ പ്രശ്നങ്ങളും അല്ലെങ്കിൽ നിങ്ങൾക്ക് ജലദോഷം ബുദ്ധിമുട്ടുകൾ, പനി ഇതിനൊക്കെ നല്ല ശമനം കാണാൻ സഹായിക്കുന്ന ഒരു കൂട്ടാണ്. സന്ധിവാദം, ആമവാദം, ഗർഭാശയ പ്രശ്നങ്ങൾ എന്നിവയൊക്കെ മാറ്റാനായിട്ട് ഒരു 5 ഗ്രാം തിപ്പലിപ്പൊടി പാലിലോ അല്ലെങ്കിൽ നെയ്യിലോ ചേർത്ത് പതിവായിട്ട് കഴിക്കുന്നത് ഏറെ ഗുണം ചെയ്യും. ശ്വാസകോശം, ഗർഭാശയം, അസ്ഥിസന്ധികൾ എന്നീ ഭാഗങ്ങളിൽ ഉണ്ടാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഏറെ നല്ലതാണ് തിപ്പലി എന്നുള്ളത് ഗ്രന്ഥങ്ങളിലെല്ലാം തന്നെ പറയുന്ന കാര്യമാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് തിപ്പലി ഒരുപാട് നാൾ തുടർച്ചയായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒന്നല്ല. 1 മാസത്തിൽ കൂടുതലൊന്നും അടുപ്പിച്ച് കഴിക്കരുത്. അതുപോലെ തന്നെ അമിതമായിട്ടുള്ള പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ
ചിലതൊക്കെ അസിഡിറ്റി ഒക്കെ തന്നെ അധികമായിട്ടുണ്ടെങ്കിൽ അത് ഡോക്ടറിൻ്റെ ഒന്നും നിർദ്ദേശമില്ലാതെ കഴിക്കാനും പാടില്ല. ഇനി ഇത് മാത്രമല്ല, ചില ഭക്ഷണങ്ങളും കൂടെ ഉണ്ട് ഊർജ്ജത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള വളരെ അത്യാവശ്യമായിട്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ട് ചിലതാണ് നട്ട്സുകൾ എന്നുള്ളത്. ഇതൊരു മികച്ച ലഘു ഭക്ഷണമായിട്ട് നമുക്ക് കണക്കാക്കാം. ബദാം, വാൾനട്ട്, കശുവണ്ടി ഉൾപ്പെടെയുള്ള മിക്ക നട്ട്സുകളും ഉയർന്ന കലോറി സാന്ദ്രതയും അതുപോലെ പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, ആരോഗ്യകരമായ കൊഴുപ്പുകൾ ഇവയൊക്കെ സമ്പന്നമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ഉപയോഗിക്കാം. ഗ്രീൻ ടീയിൽ ആണ് നെക്സ്റ്റ് പറയുന്നത്. ഗ്രീൻ ടീയിൽ പോളിഫിനോളുകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് ക്ഷീണവും സമ്മർദ്ദവും ഒക്കെ നേരിടാൻ സഹായിക്കുന്ന ശക്തമായ ആൻറ്റി ഓക്സിഡൻസുകളാണ്. കൂടാതെ നല്ല ഉറക്കം കിട്ടാനും സഹായിക്കുന്നുണ്ട്. അതുപോലെ ഡാർക്ക് ചോക്ലേറ്റിൽ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവാണ്. ഇതിലെ ആൻറ്റി ഓക്സിഡൻസുകൾ രക്തക്കുഴലുകൾ വികസിക്കുന്ന നൈട്രിക് ഓക്സൈഡ് എന്ന സംയുക്തം പുറപ്പെടുവിക്കുന്നുണ്ട്. ഇത് എനർജി ലെവൽ കൂട്ടുന്നതിന് സഹായിക്കും. അതുപോലെയാണ് വാഴപ്പഴത്തിൻ്റെ കാർബോഹൈഡ്രേറ്റുകൾ ശരീരത്തിൽ നിരവധി ഹോർമോണുകൾ പുറത്തുവിടാൻ സഹായിക്കുന്നു. വിശപ്പ് കുറയ്ക്കാനുള്ള ഒരു കഴിവ് കൂടെ ഇതിനുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ചില ഭക്ഷണ കാര്യങ്ങളും കൂടെ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അമിതമായിട്ടുണ്ടാകുന്ന തരം ക്ഷീണം പ്രശ്നങ്ങളും ഒക്കെ തന്നെ മാറ്റാൻ സഹായിക്കും. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ ആണെന്ന് വിശ്വസിക്കുന്നു. കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ താല്പര്യമുള്ളവരായിരിക്കും. ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം.